എല്ലാവർക്കും നമസ്കാരം. മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സന്നാഹ മത്സരം ജയിച്ചു കയറിയിരിക്കുകയാണ് ഇന്ത്യൻ നീലപ്പട. ന്യൂയോർക്കിലെ നസാവു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശിനെതിരെ 60 റൺസിൻ്റെ ആധികാരിക വിജയം നേടിയാണ് ഇന്ത്യ അങ്ങനെ T20 വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇനി ജൂൺ 5-ന് അയർലൻഡാണ് ഇന്ത്യയുടെ ലീഗ് സ്റ്റേജിലെ ആദ്യ എതിരാളികൾ. അതിനുശേഷം ജൂൺ 9-ന് പാകിസ്ഥാനെ, ജൂൺ 12-ന് കാനഡയും, അവസാനം ജൂൺ 15-ന് USA-യും ഇന്ത്യ ലീഗ് പോരാട്ടത്തിൽ നേരിടും. ഗ്രൂപ്പ് എയിലാണ് ഇത്തവണ ഇന്ത്യ മത്സരിക്കുന്നത്. ഇന്നലെ ശരിക്കും ഒരു ത്രില്ലിംഗ് വിജയം തന്നെയായിരുന്നു. ഇന്നലെ വൻ പരീക്ഷണമൊക്കെ ആയിരുന്നു. ഇന്നലെ കോച്ച് രാഹുൽ ദ്രാവിഡ് ടീമിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്നലെ കളിക്കളത്തിലിറക്കിയത്. ഇന്നലെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാ കടുവകൾക്ക് 20 ഓവറിൽ 122 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇന്നലെ ഓപ്പണിങ്ങിൽ യശസ്വി ജയ്സ്വാളിന് പകരം മലയാളി താരം സഞ്ജു സാംസൺ ആയിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം വിരാട് കോഹ്ലി ഇന്നലത്തെ സന്നാഹ മത്സരം കളിക്കില്ല, നേരത്തെ തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് പകരം ഇന്നലെ വിക്കറ്റ് കീപ്പർ ഫിനിഷർ റോളിൽ മാത്രം നമ്മൾ കണ്ട് വന്നിരുന്ന ഋഷഭ് പന്തായിരുന്നു ഇന്നലെ കളിക്കാനെത്തിയത്. സോ അങ്ങനെ അടിമുടി മാറ്റങ്ങളുമായിട്ടായിരുന്നു ടീം ഇന്ത്യ വാമപ്പ് മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഇന്നലെ നേരിട്ടതും 60 റൺസിൻ്റെ ആധികാരിക വിജയം നേടിയെടുത്തതും. അപ്പോൾ ഇന്നലെ സഞ്ജു സാംസൺ ഇന്നലെ ഓപ്പണിങ്ങിൽ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം നിരാശാജനകമായ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. 6 പന്തുകൾ നേരിട്ട താരം 1 റൺസ് എടുത്താണ് മടങ്ങിയത്. എന്നിരുന്നാലും വൺ ഡൗൺ ആയ ഋഷഭ് പന്തിൻ്റെ ഇന്നിങ്സ് എടുത്ത് പറയേണ്ടതാണ്. 32 പന്തിൽ 53 റൺസാണ് പന്ത് അടിച്ചു കൂട്ടിയത്. ഒപ്പം ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ 23 പന്തിൽ 40-ഉം സൂര്യകുമാർ യാദവ് 18 പന്തിൽ 31 റൺസും നേടിയപ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 23 റൺസ് എടുത്താണ് പുറത്തായത്. ബംഗ്ലാദേശിന് വേണ്ടി മുഹമ്മദുള്ള, മെഹദി ഹസൻ, ഷൊറഫുൽ ഇസ്ലാം എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ മുഹമ്മദുള്ള 28 പന്തിൽ 40-ഉം ഷക്കീബ് അൽ ഹസൻ 34 പന്തിൽ 28-ഉം തൻസീദ് ഹസൻ 17 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി അർഷ്ദീപ് സിംഗ്, ശിവം ഡൂബെ എന്നിവർ 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ അക്സർ പട്ടേൽ 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ആധികാരിക വിജയം അല്ലെങ്കിൽ ഒരു ടീം വിജയത്തോടുകൂടി അങ്ങനെ ഇന്ത്യ T20 വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിരിക്കുകയാണ്. സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ത്രില്ലിംഗ് വിജയം തന്നെയാണ് രോഹിത് ശർമ്മയുടെ സംഘം ന്യൂയോർക്കിൽ നേടിയെടുത്തിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.